നിങ്ങളെന്തെങ്കിലും അറിയുന്നുണ്ടോ മക്കളെ? 8400 കോടിയാണ് ഒരു ദിവസത്തെ ലാഭത്തിലുണ്ടായ ഇടിവ്. മനസ്സിലാക്കണം. അപ്പൊ എത്ര കോടിയുടെ കച്ചവടം മുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. 8400 കോടി ലാഭത്തിലുള്ള ഇടിവാണ്. ഇത് എല്ലാവർക്കും കൂടിയിട്ടുള്ളതല്ല, വെറും 4 കമ്പനികൾ, സോറി 3 പോയതല്ല, 4 കമ്പനികളുടെ നഷ്ടമാണ്. ഹോർമൂസ് സ്ട്രെയിറ്റിൽ ഇപ്പോ പിന്നെ ഇറാൻ അവരുടെ ഭാഗം ബ്ലോക്കാക്കി, അമേരിക്ക വന്നിട്ട് അമേരിക്കയുടെ ഒരു വലിയ ബ്ലോക്കേഡ് വേറെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാന്ന് വെച്ചാൽ കപ്പൽ ഗതാഗതം ബ്ലോക്ക് ഹെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര വളരെ ദുഷ്കർ ഹെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ ബുദ്ധിമുട്ടും. മെയിൻ ബ്രാൻഡുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. 1 ടൈഡ്, 2 നിവ്യ, 3 നെസ്ലെ, 4 പാമ്പേഴ്സ്. ഇപ്പൊ നാട്ടില് പാമ്പേഴ്സ് എല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും, ചെറിയ കുട്ടികളുള്ള വീട്ടമ്മമാർക്കും കുടുംബങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇപ്പം വില ഡബിൾ ഷൂട്ട് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹോർമൂസിന്റെ ബ്ലോക്കേഡ് കൊണ്ട് മെയിൻ അവർ ടാർഗറ്റ് ചെയ്യുന്ന സോ കോൾഡ് കമ്പനികളെയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട ഷിപ്പാണെങ്കിൽ ഒരു തരത്തിലും പോകില്ല. അതിപ്പോ ഇനി ഇന്ത്യയുടെ ഷിപ്പായാലും ശരി, പാകിസ്ഥാന്റെ ഷിപ്പായാലും ശരി, ഇനി ഏത് ആളുടെ ഷിപ്പായാലും ശരി, ഇതിലുള്ള പ്രൊഡക്റ്റ് ടൈഡ് ആണോ, നിവ്യ ആണോ, നെസ്ലെ ആണോ, പാമ്പേഴ്സ് ആണോ, അത് ഉടനടി ബ്ലോക്ക് ചെയ്യാനാണ് ഇറാന്റെ പ്രത്യേകമായിട്ടുള്ള അജണ്ട. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സാധനങ്ങളുടെ കമ്പനികൾക്ക്, ഈ 4 കമ്പനികൾക്ക് മാത്രം വെറും ഈ പറഞ്ഞ 2 ആഴ്ച കൊണ്ടുണ്ടായ ലാഭത്തിലുണ്ടായ നഷ്ടമാണ് 8400 കോടി. ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പൂർണ്ണമായ കഥകൾ നിങ്ങൾക്ക് കിട്ടും.